ഈ യുദ്ധത്തിൽ ഒരേ ഒരു വിജയി മാത്രമേയുള്ളൂ, അത് റഷ്യയാണ്. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയുടെ വാക്കുകളാണ്. അമേരിക്ക ഇറാൻ യുദ്ധം 11ാം ദിവസത്തിലേക്ക് കടന്നതോടെ മേഖലയിലെ സാഹചര്യം അതീവ ഗുരുതരമായാണ് തുടരുന്നത്. ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ പ്രതിസന്ധി രൂക്ഷമാവുകയും ആഗോളതലത്തിൽ തന്നെ ഇത് ബാധിച്ചിരിക്കുകയുമാണ്. വിപണിയിലെ കുതിച്ചുയരുന്ന ഇന്ധനവിലയും 4 വർഷമായി തുടരുന്ന യുക്രൈൻ അധിനിവേശത്തിൽ നിന്നുള്ള ലോക ശ്രദ്ധ തിരിയുന്നതും മോസ്കോയ്ക്ക് അങ്ങേയറ്റം ഗുണകരമാകുകയാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ച സാഹചര്യത്തിൽ ഊർജ്ജവില വർദ്ധിക്കുന്നത് യുക്രൈനെതിരായ പോരാട്ടത്തിന് ആവശ്യമായ കൂടുതൽ വിഭവങ്ങൾ കണ്ടെത്താൻ റഷ്യയെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, യുക്രൈന് നൽകേണ്ടിയിരുന്ന സൈനിക സഹായങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് വഴിതിരിഞ്ഞതും അനുകൂലമായ സാഹചര്യമാണ് റഷ്യക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. പേർഷ്യൻ ഗൾഫിലെ US ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ തിരിച്ചടി നൽകുന്നുണ്ട്. ഇത് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സ്വാധീനമാണ് ഇല്ലാതാക്കുന്നത്. അമേരിക്ക അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് വിമർശിച്ച കോസ്റ്റ എല്ലാ കക്ഷികളും ചർച്ചയുടെ മേശയിലേക്ക് മടങ്ങി വരണമെന്ന് പറഞ്ഞു. സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും ബോംബുകൾ കൊണ്ട് സംരക്ഷിക്കാൻ കഴിയില്ല. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ മാത്രമേ അത് സാധ്യമാകൂ എന്നും പറഞ്ഞു. കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ട്രംപ് ഫോൺ സംഭാഷണം നടത്തിയതിന് തൊട്ടുടനെയാണ് കോസ്റ്റയുടെ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. ടെലിഫോൺ സംഭാഷണത്തിന് ശേഷം ചില രാജ്യങ്ങൾക്ക് മേലുള്ള ഉപരോധങ്ങൾ താൽക്കാലികമായി ഒഴിവാക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇത് റഷ്യയെ ഉദ്ദേശിച്ചാണെന്നാണ് കരുതുന്നത്. റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യക്കെതിരെ പിഴത്തീരുവ ഏർപ്പെടുത്തിയ US പ്രതിസന്ധി കാലത്ത് ഇക്കാര്യത്തിൽ 1 മാസത്തേക്ക് കഴിഞ്ഞ ദിവസം ഇളവ് നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ US ഏർപ്പെടുത്തിയ ഉപരോധം തന്നെയും പിൻവലിക്കേണ്ട സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. യുദ്ധം ആഗോളതലത്തിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ഉൾപ്പെടെ പ്രതിസന്ധികൾ അനവധിയാണ്. കോസ്റ്റ പറഞ്ഞു വച്ചതുപോലെ യുദ്ധത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഗുണമുണ്ടായിരിക്കുന്നത് റഷ്യക്കാണ്.